അലോഷ്യസ് സേവ്യർ രാജി പിൻവലിക്കും. അലോഷ്യസിനെ ഫോണിൽ വിളിച്ച് KC വേണുഗോപാൽ മത്സരിക്കാൻ സീറ്റ് നൽകുമെന്ന ഉറപ്പു നൽകി. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, രാജി പ്രഖ്യാപിച്ച ഉടൻ തന്നെ രാജി പിൻവലിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാജി പിൻവലിക്കണമെന്ന് KC വേണുഗോപാൽ ഫോണിൽ വിളിച്ച് അലോഷ്യസിനോട് ആവശ്യപ്പെട്ടു. സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇടുക്കിയോ പൂഞ്ഞാറോ എന്നതിൽ വ്യക്തതയില്ല. ഒരു സീറ്റ് എന്തായാലും നൽകുമെന്നാണ് KCUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ KC വേണുഗോപാൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ വലിയ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു KCU ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ രാജി സമർപ്പിച്ചത്. KCUവിന് അർഹമായ പരിഗണന ലഭിച്ചില്ലായിരുന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസിന്റെ പരാതിയും പരിഭവവും. അതിനുശേഷം ആ പ്രതിഷേധം അറിയിച്ച് രാജി സമർപ്പിക്കുകയായിരുന്നു. രാജി അയച്ചതിന് പിന്നാലെ ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയാണ് KC വേണുഗോപാൽ വിളിച്ചത്. ഈ അന്തിമ പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിൽ ഇനിയും കുറച്ച് വൈകും. അതുകൊണ്ട് പെട്ടെന്ന് ഇത്തരത്തിൽ രാജി എന്നൊരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടത്. എന്തായാലും സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് നൽകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒന്നായിരുന്നു, സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് KM അഭിജിത്ത്, അതിനു മുമ്പ് VS ജോയി, അതിന് തൊട്ട് മുമ്പ് ഷാഫി പറമ്പിൽ, അങ്ങനെ ഈ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് വലിയ തർക്കങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഉയർന്ന ഒരു കാര്യം, ഇതിൽ KSU ഈ കഴിഞ്ഞ 10 വർഷം അവരെടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. അതായത് സമരങ്ങളിൽ സജീവമായി അവർ മുന്നോട്ട് പോകുന്നു, സർക്കാരിനെതിരെ സമരങ്ങൾ ചെയ്യുന്നു, ജയിലിൽ പോകുന്നു. അങ്ങനെ കൃത്യമായി സംസ്ഥാന സർക്കാരിനെതിരെ സമരങ്ങൾ നയിച്ച പോഷക സംഘടനയാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ട് അർഹമായ പരിഗണന വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഈ രാജിയിലേക്ക് പോയത് സംഘടനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ സീറ്റ് നിഷേധിച്ചത്. അതുകൊണ്ട് രാജിവെക്കുന്നു എന്നായിരുന്നു അലോഷ്യസ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ, രാജി സമർപ്പിച്ച തൊട്ട് പിന്നാലെയാണ് KC വേണുഗോപാൽ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചത്. എന്തായാലും ഒരു സീറ്റ് ഉറപ്പ് നൽകി. അതിനാൽ രാജിയിലേക്ക് പോകുന്നില്ല, രാജി പിൻവലിക്കുന്നു എന്നാണ് അലോഷ്യസ് പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി നവമാധ്യമങ്ങളിൽ കുറിപ്പ് എഴുതാനും സാധ്യതയുണ്ട്. സരിക. ബിനിൽ, അപ്പോൾ പുറത്തുവരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അലോഷ്യസിനൊരു സീറ്റ് ഉണ്ടാകുമല്ലേ? നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയും. കാരണം ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് KC വേണുഗോപാൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. ആ സംസാരത്തിൽ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ആ സീറ്റ് ഉറപ്പ് നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി പിൻവലിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷേ എപ്പോഴാണ് ഈ പട്ടിക വരിക എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരമായിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ടാമത്തെ പട്ടിക ഉണ്ടാകും, 40 പേരുടെ പട്ടിക ഉടൻ തന്നെ വരും എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പട്ടിക പുറത്തേക്ക് വരും, അത് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിന് ശേഷം വരും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും അത് എത്തിയിട്ടില്ല. എന്തായാലും ഈ അന്തിമ പട്ടിക പൂർത്തിയായിട്ടില്ല എന്നാണ് അലോഷ്യസിനെ ഫോണിൽ വിളിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത്. അതിന് കുറച്ചുകൂടി കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹമായ പരിഗണന ഉണ്ടാകും എന്നാണ് ആ ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ആ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെ അലോഷ്യസ് ഇവർ രാജിയിൽ നിന്നും പിന്നോക്കം പോയിട്ടുണ്ട്. എന്തായാലും KSU ആദ്യം ആവശ്യപ്പെട്ടത് 6 സീറ്റുകളായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത് 2 സീറ്റാണ്. 2 സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഇത്തവണ 3 സീറ്റെങ്കിലും വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ KSUവിന് ഇപ്പോൾ തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, VT സൂരജ് മത്സരിക്കുന്നുണ്ട്. അതിന് പുറമെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ഒരു സീറ്റ് കൂടി ആയിരിക്കും നൽകുക. അത് എവിടെയാണെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇടുക്കിയിൽ എന്തായാലും വലിയ തർക്കമുണ്ടായിരുന്നു. അവിടെ ഒന്നിലധികം പേരുകളുണ്ടായിരുന്നു. ആ സീറ്റ്, ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും എടുത്ത സീറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് ക്ലെയിം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. റോയ് കെ പൗലോസിനെ പോലെയുള്ള, ജോയ് വെട്ടിക്കുഴിയെ പോലെയുള്ള നേതാക്കളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച സൂചന പ്രകാരം റോയ് കെ പൗലോസ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഇപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പൂഞ്ഞാർ ആയിരിക്കും പരിഗണിക്കുക. പക്ഷേ പ്രാദേശിക വികാരം അലോഷ്യസിന് എതിരാണ്. അവിടെ തന്നെയുള്ള ആളെ മത്സരിപ്പിക്കണം എന്നാണ് പൂഞ്ഞാറുകാരുടെ ആവശ്യം, പൂഞ്ഞാറിലെ കോൺഗ്രസ്സുകാരുടെ ആവശ്യം. അതിനെ പോസ്റ്ററൊക്കെ അവർ പുറത്തേക്ക് ഇറക്കിയിരുന്നു. അവിടെ പോസ്റ്റർ എഴുതി കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ വേണ്ട എന്നാണ് അലോഷ്യസിന്റെ ഫോട്ടോയൊക്കെ വെച്ച് ആ ചിത്രം പതിച്ചുള്ള പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അവിടെ ആ പ്രാദേശിക വികാരം നിൽക്കുമ്പോൾ അവിടെ അലോഷ്യസിനെ മത്സരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ സമാനമായ സ്ഥിതിയായിരുന്നു സന്ദീപ് വാര്യർക്കും. സന്ദീപ് വാര്യർ മത്സരിക്കാൻ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ പ്രതിഷേധം പിന്നീട് സംസാരിച്ച് പരിഹരിക്കുകയാണ് ചെയ്തത്. സന്ദീപ് വാര്യർ അവിടേക്ക് മത്സരിക്കാൻ പോവുകയും ചെയ്തു. സമാനമായ ഒരു ഫോർമുലയാണോ ഇവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. പൂഞ്ഞാറിലേക്ക് എത്തി അവിടെ നേതാക്കളുമായി സംസാരിച്ച് അലോഷ്യസിനെ അവിടെ മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പൂഞ്ഞാറിൽ അലോഷ്യസ് വന്നാൽ ഒരുപക്ഷെ നല്ലൊരു മത്സരം കൂടി നടക്കും. പ്രത്യേകിച്ച് അവിടെ നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തങ്കലാണ്. അദ്ദേഹം ജനസമ്മതിയുള്ള ഒരു നേതാവ് കൂടിയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അതിനപ്പുറത്ത് അവിടെ മത്സരിക്കുന്നത് BJP
പിക്കായി മത്സരിക്കുന്നത് മുൻ MLA ആയിട്ടുള്ള നേരത്തെ അവിടെ മത്സരം ജയിച്ച ഇപ്പോൾ BJP-യിലുള്ള PC ജോർജ് ആണ്. അങ്ങനെയെങ്കിൽ ആ 3 പേർ വരുമ്പോൾ വലിയ ഒരു പോരാട്ടം തന്നെ, ത്രികോണ പോരാട്ടത്തിന് സമാനമായ ഒരു പോരാട്ടം അവിടെ നടക്കും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവിടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത് അവിടെ BJP ആണ്. നേരത്തെ ജനപക്ഷത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പിന്തുണ BJP-യിലേക്ക് പോയപ്പോഴും അവിടെ PC ജോർജിനും മകൻ ഷോൺ ജോർജിനും ലഭിച്ചിരുന്നു. പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പിടിച്ചത് BJP ആണ്. ആ ഭരണം അവിടെയുണ്ട്. അതിന്റെ ഒരു പിന്തുണ കൂടി ഉള്ളതിനാൽ അവിടെ BJP-ക്ക് കുറച്ച് വോട്ടുകൾ ഉണ്ട് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ത്രികോണ പോരാട്ടത്തിന് സമാനമായ ഒരു പോരാട്ടം അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഏത് സീറ്റാണ് അലോഷ്യസിന് നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും രാജി തീരുമാനത്തിൽ നിന്നും അലോഷ്യസ് പിന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ സംസാരിച്ചിരിക്കുന്നു. എന്തായാലും അതിനൊരു വിശദീകരണം അലോഷ്യസ് നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.